മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ അതിജീവന പാതയിലാണ് വയനാടുള്ളത്. അതിൽ പുനരധിവാസം വളരെ വേഗം നടത്താനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അറിയാം, കേന്ദ്ര സഹായം കേരളത്തിന് ലഭിക്കാതിരുന്നു. അതിൽ നീതി നിഷേധം സംസ്ഥാനം നേരിട്ടു. ആ ഒരു ഘട്ടത്തിൽ വളരെ വേഗം പുനരധിവസിപ്പിക്കുക, അവിടുത്തെ ജനങ്ങളുടെ കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യം സംസ്ഥാന സർക്കാരിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നതാണ് അടുത്തതായി പ്രേക്ഷകരോട് പറയാനുള്ള ആ വാർത്ത. പുനരധിവാസത്തിന് വീടുകൾ വെച്ചു നൽകാൻ മുന്നോട്ട് വന്ന സ്പോൺസർമാരുമായി മുഖ്യമന്ത്രിയുടെ ചർച്ച ഇന്നാണ്. കേന്ദ്രം ഇതുവരെയായി സഹായം നൽകാത്ത പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ നടപടി. ഷീജയാണ് വിവരങ്ങൾ നൽകാനുള്ളത് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ആണല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ്. എന്നെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാം ഹാപ്പിയായി തന്നെ മുന്നോട്ട് പോകട്ടെ 2025 എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും പ്രത്യാശ. അതെ, അപ്പോൾ ഷീജ, നമുക്ക് ആദ്യത്തെ ഈ പുതുവത്സര ദിവസത്തിൽ ആദ്യം പറയാനുള്ള വാർത്ത മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുക്കുന്ന സജീവമായ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. അതിലൊരു പടി കൂടെ കടന്ന് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്പോൺസർമാരുമായിട്ടുള്ളൊരു ചർച്ച മുഖ്യമന്ത്രി നടത്തുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ്? ഇതിൻ്റെ ഏതൊക്കെ വിധത്തിലാണ് ഇത് നടത്തേണ്ടത്? വീട് വെച്ച് നൽകാം എന്ന് സ്പോൺസർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്നിരിക്കുന്ന ആളുകളുമായാണ് ചർച്ച. അതിൻ്റെ ഒരു മാനദണ്ഡങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കാം എന്നതൊക്കെ ആയിരിക്കുമല്ലോ ഇന്നത്തെ ഒരു ചർച്ചയുടെ ഉദ്ദേശം. തീർച്ചയായും. ഏതായാലും 2024 കടന്നുപോയ 2024 ഒരു നടക്കുന്ന ഓർമ്മ തന്നെയാണ് നമുക്ക് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എന്ന് പറയുന്നത്. ഏതായാലും ആ ദുരന്തമുഖത്തും നമ്മൾ പകച്ചു നിന്നില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിന്റെ സർക്കാരിനെ വ്യത്യസ്തമാക്കുന്നത്. കാരണം ആ ഒരു ദുരന്തമുഖത്തിലും കേരളം ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വലിയ പ്രതിസന്ധി കേരളം നേരിട്ടത് കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം ലഭിക്കാതെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടായിരുന്നു. ആ രീതിയിൽ ഒരു പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ പോലും പക്ഷെ അതിലൊന്നും പകച്ചു നിൽക്കാതെ ആ മേഖലയുടെ, അതായത് ആ നാടിന്റെ പുനരധിവാസം, അതാണ് സർക്കാരിന്റെ ലക്ഷ്യം എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പ്രവർത്തനം അത് തന്നെയാണ് LDF സർക്കാർ നടത്തി വന്നത്. അതിന്റെ അടുത്ത പടിയിലേക്കാണ് ഇന്നിപ്പോൾ കടക്കുന്നത്. അതായത് അവിടുത്തെ പുനരധിവാസം അത് ടൗൺഷിപ്പ് മാതൃകയിലൊക്കെ ഇതിനകം തന്നെ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. അതിന്റെ രൂപരേഖയൊക്കെ കഴിഞ്ഞ പ്രത്യേക മന്ത്രിസഭാ യോഗം വയനാടിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ചേർന്നിരുന്നു. അതിൽ കൃത്യമായ രീതിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കരട് രേഖ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ പിന്നാലെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അവിടെ ഈ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ വീടുകൾ വെച്ചു നൽകാൻ വേണ്ടി നിരവധി സ്പോൺസർമാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവരുമായി നേരിട്ട് ചർച്ച നടത്തുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലായിരിക്കും ഈ യോഗം ചേരുക. അവരുമായി കൃത്യമായ രീതിയിൽ ഏത് രീതിയിലാണ് സർക്കാർ ടൗൺഷിപ്പ് വിഭാവനം ചെയ്യുന്നത്, എത്ര സ്ക്വയർ ഫീറ്റ് ആണ്, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അവിടെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള രൂപരേഖ അത് സർക്കാരിൻ്റെ പക്കലുണ്ട്. അത് അവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. അവരുടെ കൂടി ആശയങ്ങൾ സ്വീകരിച്ച് ഏത് രീതിയിൽ ഇത് പ്രാവർത്തികമാക്കാം എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. ഏതായാലും എത്രയും വേഗത്തിൽ ഈ പുനരധിവാസം പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കി സർക്കാർ മുന്നോട്ട് പോകുന്നത്. പല കാരണങ്ങൾ നിരത്തിയാണ് കേരളത്തിനുള്ള സഹായം നിഷേധിച്ചത്. അതിന് പല വിശദീകരണങ്ങളൊക്കെ കൊടുത്തെങ്കിൽ പോലും ഈ ജനതയോട് മറുപടി പറയാൻ അതൊന്നും മതിയാവില്ല. കാരണം അത്രമേൽ ദുരന്തം അനുഭവിച്ച, വേദന അനുഭവിച്ച, ഇത്രയും കാലം ജീവിച്ച, വീട് നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട, ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട ഒരു ജനതയോട് അതുകൊണ്ടൊന്നും മറുപടി പറഞ്ഞാൽ മതിയാകില്ല. ആ സമയത്തു കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഇടപെടൽ എന്നത് വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും വളരെ വേഗം ഈ ഒരു രാജ്യത്തിനുള്ളിലുള്ള ഒരു സംസ്ഥാനമാണ് കേരളവും, ഈ ഇന്ത്യയിലുള്ളതാണ്. അത് മറന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ സംസ്ഥാന സർക്കാർ വിശാലമായ ഒരു ഇടപെടൽ നടത്തുന്നു എന്നതുകൂടിയാണ്.
തീർച്ചയായും തന്നെ അത് ഏറെ പ്രസക്തം തന്നെയാണ്. കാരണം നമ്മൾ ഇതിനകം തന്നെ നിരവധി തവണ കണ്ടിട്ടുണ്ട് കേരളത്തെ ഏത് രീതിയിലാണ് കേന്ദ്രം പ്രതിസന്ധിയിലാക്കുന്നത്. പക്ഷേ അത് ദുരന്തമുഖത്തിലും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് പക്ഷേ സംസ്ഥാനത്തിൻ്റെതായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി ഇപ്പോഴും തുടരുന്ന ഒരു ഘട്ടമാണ്. കാരണം ഏത് വിധേനയും കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം ലഭിച്ചാൽ അത് സംസ്ഥാനത്തിന് വലിയൊരു ആശ്വാസമാണ്. കാരണം സംസ്ഥാന സർക്കാരിന് ഒറ്റയ്ക്ക് ഈ ഒരു പുനരധിവാസം പൂർത്തിയാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്നും നമുക്ക് അർഹതപ്പെട്ട സഹായമാണ്, അല്ലാതെ ഇല്ലാത്തൊരു സഹായം ആവശ്യപ്പെടുന്നതുമല്ല. പക്ഷേ അതിലൊന്നും തരത്തിലും അനുകൂല നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നില്ല. പ്രത്യേകിച്ചും 153 ദിവസം എടുത്തു അവർക്ക് ഈ ഒരു ദുരന്തം തീവ്ര ദുരന്തമാണ് എന്ന് തിരിച്ചറിയാൻ എന്നതും കൂടി ഇതിനൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതാണ്. ഏതായാലും പക്ഷേ സഹായം സംബന്ധിച്ച് ഇതുവരെ ഒരു തരത്തിലുള്ള അറിയിപ്പും സംസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ല. ഒരു തരത്തിലുള്ള സഹായവും നൽകുന്നത് സംബന്ധിച്ച് ഈ ഒരു ഘട്ടത്തിൽ പക്ഷേ പകച്ചു നിൽക്കാൻ പാടില്ല. ഇതിൽ തുടർ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അവിടുത്തെ ജനതയെ പൂർണ്ണ ജീവിതത്തിലേക്ക് മടക്കി എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ട് ഓരോ നടപടികളും പൂർത്തിയാക്കി ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി ഉള്ള അടുത്ത നടപടിയാണ് ഇന്നത്തെ ഈ സ്പോൺസർമാരുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച. ഏതായാലും ഇതിനുശേഷം കൃത്യമായ ഒരു രൂപരേഖ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.